രാവിലെ തന്നെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യാണ്. ഇന്ന് യോഗയ്ക്ക് പോകുന്നതിൻ്റെ മുന്നേ വീട്ടിൽ നിന്ന് കുറച്ചെല്ലാം ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞാൻ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അവൾ എന്നെ സഹായിക്കുന്നുണ്ട്. യോഗയ്ക്ക് ഹോസ്പിറ്റലിൽ പോയാലും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. അവിടെ നിന്ന് അവൾ എൻ്റെ കാല് പിടിച്ചും കൈ പിടിച്ചും ഒക്കെ സഹായിക്കേ. വൃക്ഷാസനത്തിലൊക്കെ നിൽക്കുന്ന എൻ്റെ കാലുമ പിടിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ബാലൻസ് പോവേ. അങ്ങനെ ഒരുവിധം എക്സസൈസ് എല്ലാം ചെയ്തതാ. കുഞ്ഞുൻ്റെ വകയുള്ള എക്സസൈസ് ഉണ്ടോ ഞങ്ങൾ പോവുകയാണേ. ഏട്ടൻ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്ത് വണ്ടിയിൽ വെക്കുക കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ ചോറ് കൊണ്ടുപോകാൻ തുടങ്ങിയിട്ട്. ഏട്ടന് പൊതുവേ മടിയായിരുന്നേ. പിള്ളേർ ചെറുപ്പത്തിലേ അങ്ങനെയാണല്ലോ അല്ലേ, ലഞ്ച് ബോക്സ് കൊണ്ടുപോകാൻ മടിയാണല്ലോ. ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ പറയും ഇന്ന് ഇവിടെ വന്നിട്ട് കഴിച്ചോളാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഒഴിയാൻ നോക്കൂട്ടോ. ഇപ്പോൾ ഡോക്ടർ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് എല്ലാം പറഞ്ഞതുകൊണ്ടാണ് ഈ ചോറെല്ലാം കൊണ്ടുപോകുന്നത്. കുഞ്ഞുവിന് ഇത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ട്രൗസറും ബനിയനുമാണ് കേട്ടോ. ഇത്ര ഡ്രസ്സ് വാങ്ങിച്ചാലും ഇവക്ക് 1-2 ഇടലിന് അത് പഴയതാവും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനത്തെ കുറച്ച് ട്രൗസേഴ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്തേക്കെല്ലാം പോകുമ്പോൾ ഇടാനേ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇവിടെ നിന്നാണ് ഈ റൂമിൽ നിന്നാണ് യോഗ ചെയ്യുന്നത്. പരിയാരം ഹോസ്പിറ്റലിൽ നമുക്ക് ഡോക്ടറും ഇൻസ്ട്രക്ടറും ഒക്കെ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. അവരെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരേ. പ്രാണായാമം മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എൻ്റെ ബോഡീനെക്കാട്ടിലും മൈൻഡിനാണ് കേട്ടോ ഫ്രഷ്നെസ്. പറ്റാവുന്ന അത്ര യോഗ ചെയ്യാൻ പോകണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. കുഞ്ഞു തന്നെ അടിച്ച് പരത്തുന്നുണ്ടേ. ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ കാണാം. ടാറ്റ.